ഒരച്ഛൻ തൻ്റെ മകൻ്റെ ശരീരം മൃഗങ്ങൾ തിന്നാതിരിക്കാൻ വിഷമൊഴിക്കുന്നു. എന്നാൽ അദ്ദേഹം പോയതുടൻ തന്നെ ഒരു കഴുകൻകുട്ടിയുടെ ശരീരത്തിന്മേലിറങ്ങി കഠിനമായി കൊത്തുന്നു. അതിലെ തീക്ഷ്ണ വേദനയിൽ കുട്ടി ബോധം പ്രാപിക്കുന്നു. കഴുകനെ തട്ടിയകറ്റിയ ശേഷം താനൊരു പാറക്കുന്തിരിയിലെ കുടുങ്ങിയിരിക്കുകയാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഭയത്തോടെ അച്ഛനെ വിളിക്കുന്നു. പക്ഷെ മറുപടിയൊന്നുമില്ല. താഴേക്കിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ അവൻ വഴുതി വീഴാൻ പോകുന്നു. ഭാഗ്യവശാൽ ഒരു പാറ പിടിച്ച് നടുവിൽ തൂങ്ങി നിൽക്കുന്നു. അപ്പോൾ ശക്തമായ മഴ ആരംഭിക്കുന്നു. പാറമുഖം വളരെ വഴുക്കലാകുന്നു. കുട്ടിയുടെ ശക്തി കുറഞ്ഞു വരുന്നു. മഴ നിൽക്കാത്തതിനാൽ അവന് താഴേക്ക് ചാടുക മാത്രമേ വഴിയുള്ളൂ. അടുത്ത ദിവസം ചെളിയിൽ വീണ് കിടക്കുന്ന നിലയിൽ അവൻ ഉണരുന്നു. കാലിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ചുറ്റും ആരുമില്ല. ഒരു വെള്ളയിലേക്ക് ഇഴഞ്ഞെത്തി വെള്ളം കുടിക്കുന്നു. വീണ്ടും നിൽക്കാനായി 2 പാറകൾക്കിടയിൽ കാൽവെച്ച് ശക്തിയായി തിരിച്ച് തെറ്റിപ്പോയ അസ്ഥി ശരിയാക്കുന്നു. ശേഷം കൊമ്പുകൾ ഉപയോഗിച്ച് കാൽ ബന്ധിച്ച് താങ്ങുണ്ടാക്കി പതുക്കെ നടക്കുന്നു. ദീർഘസമയത്തിനു ശേഷം അവനൊടുവിൽ കുന്നിന്റെ മുകളിലെത്തുന്നു. അവിടെ തന്റെ ശവക്കല്ല് കണ്ടപ്പോൾ ഗോത്രം തന്നെ ഉപേക്ഷിച്ചെന്ന് അവൻ മനസ്സിലാക്കും.